അഭിഷേക് നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇന്ന് രാവിലെ പേപ്പർ വായിക്കുമ്പോൾ ഒരു വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന വാർത്ത. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ്. കൊല്ലം പുനലൂർ മുക്കടവ് ആളുകേറാമല എന്ന സ്ഥലത്ത് ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം അത് ചങ്ങലയിൽ പൂട്ടിയിട്ട് ഒരു മരത്തിനോട് ചേർത്ത് പൂട്ടി എന്ന് ഒരു വാർത്ത കണ്ടു. ആ വാർത്ത കണ്ട് പോലീസ് അന്വേഷണം നടന്നു. പിന്നീട് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. പ്രതി എന്ന് സംശയിക്കുന്ന ആളിലേക്ക് വരെ സംഗതി എത്തി. പക്ഷേ ഇന്ന് രാവിലെ കണ്ട വാർത്ത ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ തന്നെയാണ് ആ മൃതദേഹം കണ്ടത് എന്നായിരുന്നു DNA സാമ്പിൾ വന്നപ്പോൾ. എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ SN സ്വാമിയുടെ മമ്മൂട്ടി ചിത്രമാണ്. CBI ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന കഥകളാണ്. CBI ഡയറി കുറിപ്പിലെ സംഭവിക്കുന്ന സീനുകൾ പോലെയാണ് ആ വാർത്ത കണ്ടത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? DNA പരിശോധന ഇത്രയും വൈകിയത് എന്താണ്? പോലീസിൻ്റെ അനാസ്ഥയാണോ? എന്താണ് ഈ സംഭവം? നമ്മളെപ്പോഴും ഓരോ ക്രൈമുകൾ ചർച്ച ചെയ്യുമ്പോഴും അതിൽ പോലീസിൻ്റെ അന്വേഷണ മികവാണ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. കാരണം ആ ഒരു വഴിയിലൂടെയൊക്കെ പോയാണ് പോലീസ് ആ പ്രതിയിലേക്ക് അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിനൊരു തുമ്പുണ്ടാക്കി പ്രതിയിലേക്ക് എത്തിയതെന്നുള്ളത് ഒരു ആൾക്കാർക്ക് കൗതുകമാണ്. പക്ഷേ ഈ ഒരു സംഭവം കേരള പോലീസിനെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ്. അതിനുമപ്പുറം ഇതുവരെ ആ ഒരു പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം പോലും തെറ്റാണെന്ന തരത്തിൽ ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് കഴിഞ്ഞ 2025 സെപ്റ്റംബർ 23-ന് പുനലൂരിനടുത്ത് പിറവന്തൂർ മുക്കടവ് പാലത്തിന് സമീപമുള്ള ആളുകേറാമല. ഈ ആളുകേറാമലയുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. കാരണം അവിടെ നരബലി നടക്കുന്നു, മറ്റുള്ള സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്, അങ്ങനെയൊക്കെ പല കഥകൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിനുമെല്ലാം അപ്പുറം അവിടെ ഒരു റബ്ബർ കാടാണ്, റബ്ബർ മരം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഒരു സൈഡിൽ, അതായത് മുക്കടവ് പാലമാണ്. പാലം എത്തുന്നതിന് മുൻപ് ഇടത്തെ സൈഡിലാണ് ഈ ഒരു വലിയ റബ്ബർ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു കാട്. ഈ കാട് ഒരു കുത്തനെയുള്ള കയറ്റമാണ്. ഈ കുന്നിനാണ് പറയുന്നത് ആളുകേറാമല. പക്ഷേ ഒരു മനുഷ്യനെ പെട്ടെന്ന് നടന്നെത്താൻ പ്രയാസകരമായ ഒരു സ്ഥലം എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ ആളുകേറാമല എന്നൊരു പേര് വന്നത്. സ്വകാര്യ ഭൂമിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ 2025 സെപ്റ്റംബർ 23-ാം തീയതി രാവിലെ 8:15 ഈ പ്രദേശത്തിന് താഴെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് തിരുനെൽവേലി ശങ്കരൻ കോവിൽ സ്വദേശിയായിട്ടുള്ള സുരേഷ് ശ്രീനിവാസൻ, ഇയാൾ ഈ പ്രദേശത്തേക്ക് ഈ കാന്താരി മുളക് ശേഖരിക്കാനായിട്ട് പോയതാണ്. കാരണം ഈ റബ്ബർ മരത്തിനിടയിൽ ധാരാളം കാന്താരി മുളക് ചെടികൾ നിൽക്കുന്നുണ്ട്. കാന്താരി മുളകിന് അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മുളക് ശേഖരിച്ച് പുറത്തു കൊണ്ടുപോയി വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ആ ഒരു പ്രദേശത്തേക്ക് വരുന്നത്. അങ്ങനെ രാവിലെ ഈ മല കയറി എത്തുന്ന ഇയാൾ കാണുന്ന കാഴ്ച, ഈ റബ്ബർ തോട്ടത്തിന് നടുക്കുള്ളൊരു പ്രദേശത്ത് ഒരു മൃതദേഹം ജീർണിച്ച നിലയിലാണ്. ഏകദേശം 2 ആഴ്ചത്തോളം പഴക്കമുണ്ട്. ഇതിൻ്റെ ഒരു കാലിൽ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ച് മറുഭാഗം ഒരു റബ്ബർ മരത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇയാൾ അലറി വിളിക്കുന്നു, താഴേക്ക് ഓടുന്നു. താഴെ നിന്ന് ആളെ കൂട്ടി പൊക്കത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മൃതദേഹമാണ്. ഈ മൃതദേഹത്തിന് ഏതാനും നാളുകളുടെ പഴക്കമുണ്ട്, ജീർണാവസ്ഥയിലാണ്. അങ്ങനെ പോലീസ് എത്തി പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ഇവിടെ ആകെ ആ ക്രൈം സീനിലുള്ളത് ഒരു കറുത്ത ബാഗ്, തോളത്ത് തൂക്കുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. ആ ബാഗിനകത്ത് ഏതാനും ചില നാണയത്തൊട്ടുകൾ, മിഠായികൾ, അതുകൂടാതെ ഒരു ക്യാൻ, ഒരു പെട്രോൾ വാങ്ങി എന്ന് കരുതപ്പെടുന്ന ഒരു ക്യാൻ, അല്ലാതെ മറ്റൊരു സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മൃതദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മൃതദേഹത്തിൻ്റെ മുഖത്തടക്കം സാരമായ പൊള്ളലുകളുണ്ട്. മൃതദേഹമാണ്, കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഒരുപക്ഷെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലെ അവസ്ഥയിലായിരുന്നു ആ ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു സ്ത്രീയല്ല, പുരുഷനാണ്. 45-നും 50 വയസ്സിനും മധ്യേ പ്രായമുള്ള ഒരു പുരുഷൻ്റെ മൃതദേഹമാണ് ഇത്തരത്തിൽ അവിടെ കാണപ്പെട്ടതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോഴും പ്രതി ആരാണ് അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ യാതൊരു തുമ്പും അവിടെ അവശേഷിച്ചിരുന്നില്ല. അങ്ങനെ ഈ ബാഗ് പരിശോധിക്കുന്നു. ഈ ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീസലും പെട്രോളും ഒക്കെ വാങ്ങുന്ന ഒരു വലിയ ക്യാനാണ്. അങ്ങനെ പോലീസ് കൊല്ലപ്പെട്ടത് ആരാണെന്ന് ആദ്യം അന്വേഷിച്ചു. എന്നാൽ സമീപ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ ഇത്തരത്തിലുള്ള തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇതുകൂടാതെ മൃതദേഹം പരിശോധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇത് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരാളുടെ മൃതദേഹമാണ് എന്നായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാലിന് വൈകല്യമുള്ള ആരെങ്കിലും സമീപ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് ഈ ഒരു കാലയളവിൽ കാണാതായിട്ടുണ്ടോ എന്നായിരുന്നു പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണം. പക്ഷേ ആ അന്വേഷണങ്ങളെല്ലാം വിഫലമായി. പ്രത്യേകിച്ച് ഈ പുനലൂർ എന്ന് പറയുന്നത് പുനലൂരിനപ്പുറം തെങ്കാശിയാണ്, തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്
കേന്ദ്രീകരിച്ചും ഏകദേശം തെങ്കാശി ആ ഒരു പരിസര പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇത്തരത്തിൽ വൈകല്യമുള്ള ആരും ആ ഒരു കാലത്തിനുള്ളിൽ സമയപരിധിക്കുള്ളിൽ ആ ഒരു പ്രദേശത്ത് നിന്നൊന്നും മിസ്സിംഗ് കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പോലീസ് മറ്റൊരു സാധ്യത തേടി, ഇതൊരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിരിക്കുമോ എന്നൊരു സന്ദേഹത്തിലായി പോലീസ്. അങ്ങനെ ഈ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്നത് കൂട്ടത്തോടെയാണ് അവരുടെ സഞ്ചാരവും ജീവിതവും ഒക്കെ. ഒരാൾക്ക് മറ്റൊരാളെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അങ്ങനെ ട്രാൻസ്ജെൻഡറുകൾ താമസിക്കുന്ന സ്ഥലത്തും ഇവർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം പോലീസ് അന്വേഷണം എത്തി. എന്നാൽ അവിടെയും ഇവരുടെ പോലീസിൻ്റെ അന്വേഷണമെല്ലാം വിഫലമായി. കൂടാതെ മാനസിക വിഭ്രാന്തിയുള്ള ആരെങ്കിലും ആണോ ഇത്തരത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് വഴിയരികിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ആണോ എന്ന രീതിയിലും അന്വേഷണം നടന്നു. എന്നാൽ ഒരു വഴിയരികിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടാനുള്ള യാതൊരു സാഹചര്യവുമില്ല. മറ്റൊരു വശമെന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണോ എന്നൊരു രീതിയിലുള്ള സന്ദേഹം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ആ മൃതദേഹം കിടന്നിരുന്ന സമീപത്ത് ഒരു പിടിവലി നടന്ന ലക്ഷണമുണ്ട്. കൂടാതെ കയ്യിൽ കരുതിയിരിക്കുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയാണ് മരണപ്പെട്ടതെങ്കിൽ തീർച്ചയായും ആ പെട്രോൾ ക്യാനിന് തീ പിടിക്കും. പക്ഷേ അത് ആ മൃതദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് ഇത്തിരി മാറിയാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ അല്ല എന്നൊരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പോലീസ് അന്വേഷണം ഏകദേശം 2 മാസത്തോളം കടന്നു. കൊല ചെയ്യപ്പെട്ട ആൾ ആരാണെന്നുള്ളത് ഒരു തുമ്പില്ലാതെ അങ്ങനെ നീണ്ടുപോയി. പിന്നെ പോലീസ് മറ്റൊരു അന്വേഷണമാണ് നടത്തുന്നത്. ഇതിലെ കൊലപാതകി ആരാണെന്നറിഞ്ഞാൽ ഒരു പക്ഷേ മരണപ്പെട്ടത് ആരാണ് എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചേക്കും. അങ്ങനെ പോലീസ് അന്വേഷണം നടക്കുന്നു. യാളുകേറാമല എന്ന് പറയുന്നത് തീർത്തും വിജനമായൊരു പ്രദേശമെന്ന് പറഞ്ഞാൽ അതുവഴി ധാരാളം അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന പാതയാണ്. അപ്പോൾ ലോറി ഡ്രൈവർമാരൊക്കെ വഴിയരികിലൊക്കെ നിർത്തി അവിടെ വിശ്രമിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഒരു നദി മുക്കടവ് പാലത്തിൻ്റെ താഴെ ഒരു ചെറിയ അരുവി പോലെ ഒഴുകുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു പ്രദേശത്തെ ആ ഒരു സമയത്ത് ഓണായിരിക്കുന്ന സജീവമായിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടത്തി. പക്ഷേ ഇതെല്ലാം പുനലൂർ ടൗണിൽ നിന്നേറെ അകലെ അല്ലാത്തതിനാൽ ഇതെല്ലാം പുനലൂർ ടൗണിൻ്റെ പരിധിയിലാണ് വരുന്നത്, മൊബൈൽ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ അതിൽ നിന്ന് സോർട്ട് ചെയ്യുക പോലീസിനെ സംബന്ധിച്ച് പ്രയാസകരമായിരുന്നു. പിന്നെ പോലീസ് അന്വേഷിച്ചത് ഈ സമീപത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച്. ഇതൊരു കന്നാസിൽ പെട്രോൾ എത്തിച്ച് ഈ മൃതദേഹത്തിൽ കഴുത്തിലും അതുപോലെ തന്നെ വലത്ത് നെഞ്ചിലും കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ മരണകാരണമായത് ഈ തീപ്പൊള്ളലേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമീപത്തെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ, ഇത്തരത്തിലൊരു ക്യാനിൽ വാങ്ങിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നു. ഏകദേശം 2 മാസത്തോളം മരണപ്പെട്ടതാരാണെന്ന് അറിയാതെ കേരള പോലീസ് ഇരുട്ടിൽ തപ്പി. അതിനുശേഷമാണ് കൊലപാതകി ആരെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പെട്രോൾ പമ്പുകൾ തോറും കയറിയിറങ്ങിയുള്ള അന്വേഷണം നടക്കുന്നത്. അങ്ങനെ സോർട്ട് ചെയ്ത് ഏകദേശം വലിയൊരു പട്ടിക സമീപത്തെ പെട്രോൾ പമ്പുകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഏകദേശം 10ഓളം ആളുകളാണ് ഈ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങിയത് ഈ ഒരു പറയപ്പെടുന്ന സമയത്തിനുള്ളിൽ. സെപ്റ്റംബർ 23 നടന്ന കൊലപാതകമാണെങ്കിൽ അതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ്, 2 ആഴ്ച മുൻപ്, ഏകദേശം ആഴ്ചകളുടെ പഴക്കം ആ മൃതദേഹത്തിനുണ്ട്. അപ്പോൾ ആ സമയപരിധിയിൽ ആരാണ് ആ പെട്രോൾ പമ്പുകളിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങിയത് എന്നൊരു അന്വേഷണം നടക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഏറ്റവും ഒടുവിൽ ഒരു തുമ്പെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും എത്തിയത്. അങ്ങനെ ഇതിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നയാൾ 10ഓളം പേർ ഇത്തരത്തിലുണ്ടായിരുന്നു. ഇവരുടെ ഫോൺ കോളുകളൊക്കെ ട്രാക്ക് ചെയ്ത് പരിശോധന നടക്കുന്നു. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്പർ മാത്രം ഈ ഒരു സംഭവം നടക്കുന്നതിന് ഏതാനും ഒരാഴ്ചക്ക് മുൻപ് ഓഫായിട്ടുണ്ട്, നിർജീവമായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നാളിതുവരെ ഈ മൊബൈൽ ഫോൺ ഓൺ ആയിട്ടില്ല, മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടില്ല. അങ്ങനെ ഇയാളിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇത് ആലപ്പുഴ ചാരുമൂട് വേടരപ്ലാവ് സ്വദേശിയായിട്ടുള്ള അനിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 46 വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം. പാപ്പർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഈ പെട്രോൾ ക്യാനിൽ പെട്രോളും വാങ്ങി ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇയാൾ പോയിരിക്കുന്ന ദിശ മനസ്സിലാക്കി ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉള്ളത് പരിശോധിച്ചതിൽ നിന്ന് ഇയാളാണ് ആ ദിശ ലക്ഷ്യമാക്കി പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ അനിക്കുട്ടനെ കണ്ടെത്തിയാലേ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അങ്ങനെ പോലീസ് നേരെ ചാരുമൂട്ടിലെ അനിക്കുട്ടൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഏതാനും നാളുകളായിട്ട് ഇവിടെ ആൾതാമസമില്ല. അപ്പോൾ പരിസരവാസികളോട് ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത് അനിക്കുട്ടൻ ഒരു ടൈൽ പണിക്കാരനാണ്. ഇദ്ദേഹം കല്യാണം കഴിഞ്ഞതാണ്. ഇദ്ദേഹം ഭാര്യയുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്പം മദ്യപിക്കുമെന്നല്ലാതെ നാട്ടിൽ ഒരു കുഴപ്പക്കാരനല്ല, പറയത്തക്ക കുഴപ്പക്കാരനല്ല.
ഭാര്യ ഇയാളുമായിട്ട് പിണങ്ങി സ്വന്തം വീടായ തിരുവനന്തപുരത്തേക്ക് കുഞ്ഞുമായിട്ട് പോയിരിക്കുകയാണ്. ഇയാൾ അവസാനമായി നാട്ടിലെത്തിയത് ഈ കഴിഞ്ഞ ഓണത്തിനാണ്. ഓണത്തിന് നാട്ടിലെത്തി ഭാര്യ തിരുവനന്തപുരത്ത് ഉള്ള ഭാര്യയെയും കുഞ്ഞിനെയും കാണണമെന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത്. എന്നാൽ പിന്നെ പോലീസ് തിരുവനന്തപുരത്തെത്തി ഭാര്യയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ഭാര്യയുടെ അടുക്കൽ ഇയാൾ എത്തിയിട്ടില്ല. ഇയാളുമായിട്ട് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഭാര്യ പറഞ്ഞത്. അപ്പോൾ പിന്നെ അനിക്കുട്ടൻ എവിടെയാണ്? അങ്ങനെയുള്ള ഒരു പോലീസിനൊരു എത്തും പിടിയുമില്ലാത്ത ഒരു കേസായിട്ട് ഇത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇക്കഴിഞ്ഞ ദിവസം നിർണായകമായിട്ടുള്ള ഒരു DNA ഫലം ലഭിക്കുന്നത്. അതിൽ ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം സിനിമയൊക്കെ വെല്ലുന്ന രീതിയിൽ മരണപ്പെട്ടയാൾ എന്ന് കരുതുന്നയാൾ തന്നെയാണ് ഈ കൊലപാതകി. അതായത് കൊലപാതകി എന്ന് കരുതുന്നയാൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതായത് അനിക്കുട്ടൻ്റെ DNA സാമ്പിൾ ആണ് ഈ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹവുമായിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ പോലീസിനിപ്പോൾ ഇരട്ടി തലവേദനയായിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നമുക്ക് കൊലപാതകയിലേക്ക് പെട്ടെന്ന് എത്താമെന്നാണ് പറയുന്നത്. ഏതാനും മാസങ്ങൾ സെപ്റ്റംബറിൽ നടന്ന കൊലപാതകമാണ്. അത് കഴിഞ്ഞ് നാളെ ഇതുവരെ ആയിട്ടും ഒരു ചങ്ങലയിൽ ഒരു വിജനമായ പ്രദേശത്ത് ബന്ധിക്കപ്പെട്ട നിലയിൽ കണ്ട മൃതദേഹം ഇപ്പോഴും കേരള പോലീസിനെ സംബന്ധിച്ച് ഒരു ഉത്തരം കിട്ടാത്ത കഥയായി തുടരുകയാണ്. എന്തായാലും അനിക്കുട്ടനാണ് മരണപ്പെട്ടതെന്നാണ് DNA സൂചനകളും ഫോറൻസിക് റിപ്പോർട്ടുകളും ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ കൊലപാതകി ആരാണ്? ഇപ്പോൾ പുല്ലൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു 25-അംഗ സ്പെഷ്യൽ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഈ പുല്ലൂർ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. ഏകദേശം മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ഈ പ്രതിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും. കാരണം ഈ തമിഴ്നാട് അതിർത്തി കൂടിയായതുകൊണ്ട് ഇങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത്. അല്ലെങ്കിൽ ഈ അനിക്കുട്ടനുമായിട്ട് ഇയാൾക്ക് എന്തായിരുന്നു വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും കാരണം, അല്ലെങ്കിൽ ഇയാളെ കൊലപ്പെടുത്തണമെന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്ന പക എന്തായിരുന്നു എന്നൊക്കെ പോലീസിന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെല്ലാം ഉപരി കൊലപാതകി ഇപ്പോഴും നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെ ആളികേറാമലയിലെ കൊലപാതകം എന്ന് പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ ഒരുപക്ഷേ ആ ഒരു കൊലപാതകം ഇതൊക്കെ കണ്ടിരിക്കുന്നുണ്ടാകാം. അതെ, എന്തായാലും സിനിമകളെ തോൽപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. കാരണം കൊല്ലപ്പെടേണ്ട ആൾ, കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ട് തന്നെ പെട്രോൾ വാങ്ങിപ്പിക്കുക, ചങ്ങലയിൽ പൂട്ടിയിടുക, പിന്നീട് 6 മാസത്തോളം പോലീസിനൊരു തുമ്പും കൊടുക്കാതിരിക്കുക. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പക്ഷേ കേരള പോലീസിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു 40-45 വയസ്സ് പ്രായമുള്ള പുരുഷൻ്റേതാണ്. ഇയാൾക്ക് ഈ ഒരു കാലിൽ വൈകല്യമുണ്ടായിരുന്നു. കൂടാതെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചേലാകർമ്മം ഇയാൾ ചെയ്തിട്ടുണ്ട്, ഈ മൃതദേഹത്തിൽ കാണപ്പെട്ടു എന്നൊക്കെയാണ് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ അനിക്കുട്ടൻ ഇതുമായിട്ടൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് അനിക്കുട്ടൻ്റെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും സ്ട്രെയിഞ്ചായിട്ട് തുടരുന്ന സാഹചര്യം. കാരണം ഇയാൾക്ക് കാലിനൊരു വൈകല്യമുള്ള ആളല്ല, കാരണം ഇയാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളല്ല. അങ്ങനെ വരുമ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഈ ഒരു കേസിൽ സംഭവിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരെയും ഉറ്റുനോക്കിക്കുന്നത്. നമ്മളും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. അതെ, എത്രയും പെട്ടെന്ന് ഈ കൊലപാതകയിലേക്കും കൂടി എത്താൻ സാധിക്കട്ടെ കേരള പോലീസിന്. തീർച്ചയായും.